പ്രിയ വിദ്യാർത്ഥികളെ, +2 സോഷ്യോളജിയുടെ 5ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് സാമൂഹിക ബഹിഷ്കരണവും സാമൂഹിക അസമത്വവും ഇതെല്ലാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ദളിത് സമൂഹത്തെക്കുറിച്ചാണ്. ഏതെല്ലാം തരത്തിലുള്ള അവഹേളനയാണ്, ഏതെല്ലാം തരത്തിലുള്ള അസമത്വമാണ് ദളിത് ജാതികൾ അനുഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. അതിൻ്റെ ഒരു ബാക്കി ഭാഗമായിട്ട് നമ്മൾ ഈ ദളിതർ അല്ലാത്ത മറ്റു പല ജാതി ഗ്രൂപ്പുകളും അല്ലെങ്കിൽ പിന്നോക്ക നിൽക്കുന്ന പല ഗ്രൂപ്പുകളും ഇന്ത്യയിൽ അസമത്വവും ബഹിഷ്കരണവും വളരെ ശക്തമായിട്ട് അനുഭവിക്കുന്ന വിഭാഗങ്ങളാണ്. അത്തരം ആളുകൾ നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റും അതർ ബാക്ക്വേർഡ് ക്ലാസസ്, മറ്റു പിന്നോക്ക വർഗങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇത്തരം ആളുകളെ നമ്മൾ സൂചിപ്പിക്കുന്നത്. എ ലാർജ് ഗ്രൂപ്പ് ഓഫ് കാസ്റ്റ് that were of low status and were also subjected to varying level of discrimination short of untouchability. നേരത്തെ നമ്മൾ അൺടച്ചബിലിറ്റി പറഞ്ഞു അല്ലെ, തൊട്ടുകൂടായ്മ എന്താ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തൊട്ടുകൂടായ്മയുടെ അത്രത്തോളം ഇല്ലെങ്കിലും ഏകദേശം അതുപോലെ സമൂഹത്തിൽ അസമത്വവും അതുപോലെ തന്നെ വിവേചനവും അനുഭവിക്കുന്ന ഒരുപാട് വിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ട്. അവരെ മൊത്തത്തിലാണ് അതർ ബാക്ക്വേർഡ് ക്ലാസസ് എന്നുള്ള ടേമിലൂടെ സൂചിപ്പിക്കുന്നത്. The Constitution of India recognizes the possibility who suffer from social disadvantages other than SC and ST. ഇവിടെ നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറഞ്ഞ രണ്ട് വിഭാഗം ആളുകളെ ഷെഡ്യൂളിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിലൊന്നും പെടുത്താത്ത പല ആളുകളുണ്ട്. അത്തരം ആളുകളുടെ സാധ്യതകളെ കുറിച്ചും ഇന്ത്യൻ ഭരണഘടന അന്വേഷണം നടത്തുകയും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു 1990-കളിലാണ് അതർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് പറയുന്ന വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത്തരം വിഭാഗങ്ങൾ മൊത്തത്തിൽ നമ്മൾ പറയുന്നത് അതർ ബാക്ക്വേർഡ് ക്ലാസസ് OBCs എന്നുള്ള ലെവലിലാണ്. ദീസ് ഗ്രൂപ്പ്സ് were described as the socially and educationally backward classes. This is the constitutional basis of the popular term other backward classes, which is in commonly used. ഇത്തരം ആളുകളെ മൊത്തത്തിൽ നമ്മൾ പറയുന്നത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് എന്നുള്ളതാണ്. സാമൂഹികപരമായി വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ ഭരണഘടന പൊതുവെ അവരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് OBCs, other backward classes. Then how the OBCs differentiated from scheduled caste and the scheduled tribe? Scheduled caste നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി scheduled tribes ഉണ്ട്. അപ്പൊ ഇവരിൽ നിന്നും അതർ ബാക്ക്വേർഡ് ക്ലാസസ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? The socially and educationally backward classes are below the upper caste and above the scheduled caste and scheduled tribe, in between upper caste and the lower caste. അതായത് ജാതി ശ്രേണിയിൽ ജാതിപരമായ ശ്രേണീകരണം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ ഉയർന്ന ജാതിക്കാർക്ക് താഴെയും താഴ്ന്ന ജാതിക്കാർക്ക് മുകളിലും അങ്ങനെ ഇടയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അവർ പറ്റ താഴ്ന്നതുമല്ല എന്നാൽ ഉയർന്നതുമല്ല, ഇങ്ങനെ ഇടത്തരക്കാരായിട്ടുള്ള ഒരു വിഭാഗമാണ് other backward classes. Then what are the measures taken by the government of India for the upliftment of the other backward classes? As you know, the first government of India, the Nehruvian government, appointed a backward class commission, the first backward class commission, in the chairmanship of Kaka Saheb Kalelkar. Kaka Saheb Kalelkarയുടെ അധ്യക്ഷതയിൽ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ ആരൊക്കെയാണ്, ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുത്തേണ്ടത്, ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി നെഹ്റു ഗവൺമെന്റ് ആദ്യമായി ഒരു പിന്നോക്ക വർഗ ക്ലാസ് കമ്മീഷനെ നിയമിച്ചു. ദി ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഹെഡഡ് ബൈ കാക്കാ സാഹേബ് കലേൽക്കർ സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ 1953. അങ്ങനെ 1953 കാക്കാ കലേൽക്കർ കമ്മീഷൻ, മറ്റു പിന്നോക്ക വർഗക്കാർക്ക് വേണ്ടിയുള്ള ആദ്യ കമ്മീഷൻ, അതിന്റെ പഠന റിപ്പോർട്ട് സമർപ്പിച്ചു. Then what happened in the report? The political climate of that period resulted in the setback of the commission. But the political climate at the time led to report being sidelined. 1953 കാക്കാ കലേൽക്കർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, അന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഒരിക്കലും അത് നടപ്പിൽ വരുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. Moreover, this commission
emphasized caste as the main criteria for defining backward classes. അതിലുപരിയായിട്ട് കാക്ക കലേൽക്കർ കമ്മീഷൻ ജാതിയാണ് ഏറ്റവും വലിയ മാനദണ്ഡമായിട്ട് പരിഗണിച്ചത്. ഇപ്പൊ ജാതി ഇല്ലാത്ത പിന്നോക്കക്കാരും ഇന്ത്യയിലുണ്ട്. ഒരു പർട്ടിക്കുലർ ജാതിയിൽ വരുന്ന ആളുകളെയാണ് അദ്ദേഹം ലിസ്റ്റിൽ പെടുത്തണം എന്നുള്ള ഒരു മാനദണ്ഡമായി മുന്നോട്ട് വെച്ചത്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ കാക്ക കലേൽക്കർ സാഹിബ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനോ അത് ഇംപ്ലിമെന്റ് ചെയ്യാനോ സാധിക്കാതെ അത് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇതാ നോക്കൂ, കാക്ക കലേൽക്കർ കമ്മീഷൻ പ്രധാന ചുമതല എന്തായിരുന്നു? വെൽഫെയർ മെഷേഴ്സ് ഓഫ് OBCs. Submitted its report in 1953, but the political climate at the time led to the report being sidelined. From the mid-50s, the OBC issue became a regional affair pursued at the state rather than the central level. എന്നാൽ 1950കളുടെ മധ്യത്തിന് അതർ ബാക്ക്വേർഡ് ക്ലാസസ്, മറ്റു പിന്നോക്ക വർഗ്ഗങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതൊരു കേന്ദ്ര പ്രശ്നത്തിൽ നിന്നും സംസ്ഥാന തലങ്ങളിലേക്ക് അത് ഊർന്നിറങ്ങുകയാണ് ചെയ്തത്. സംസ്ഥാന തലത്തിൽ ഇത് വലിയ ഇഷ്യൂ ആയി. 1950കളുടെ മധ്യകാലഘട്ടത്തിൽ സംസ്ഥാന തലത്തിൽ മറ്റു പിന്നോക്ക വർഗ്ഗക്കാരുടെ പ്രശ്നങ്ങൾ വലിയ ചർച്ചാ വിഷയമാവുകയും വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ചെയ്തു. സോ ദി സെൻട്രൽ ഗവൺമെന്റ് ഫോഴ്സ്ഡ് ടു അപ്പോയിന്റ് എ സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ. അതിന്റെ ഫലമായി കേന്ദ്ര ഗവൺമെന്റ് വീണ്ടും രണ്ടാമതൊരു പിന്നോക്ക വർഗ കമ്മീഷന് നിയോഗിക്കുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മീഷനാണ്, പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഏതായിരുന്നു ആ കമ്മീഷൻ? The second backward class commission headed by B.P. Mandal in 1978 but submitted its report in 1980. പിന്നോക്ക വർഗ്ഗക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് നിയമിച്ച രണ്ടാമത്തെ കമ്മീഷനാണ് B.P. മണ്ഡൽ അധ്യക്ഷനായിട്ടുള്ള മണ്ഡൽ കമ്മീഷൻ. 1978 മണ്ഡൽ കമ്മീഷനെ നിയോഗിച്ചത്. ആഫ്റ്റർ 2 years it submitted its report. 2 വർഷങ്ങൾക്ക് ശേഷം 1980 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. വളരെ വിശദമായിട്ടുള്ള ഒരു പഠനമാണ്. ജാതിയേക്കാൾ ഉപരിയായിട്ട് സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ കൂടെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ആരൊക്കെയാണ് പിന്നോക്കക്കാരെന്നുള്ളത് തീരുമാനിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശമാണ് മണ്ഡൽ കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലും മറ്റു ഹയർ മേഖലകളിലും ഒക്കെ പിന്നോക്ക വർഗ്ഗക്കാർക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് പോലത്തെ റിസർവേഷൻ പാറ്റേൺ അത് മുന്നോട്ട് വെച്ചു. പ്രത്യേക ഷെഡ്യൂൾ അല്ലെങ്കിൽ കാറ്റഗറി ഉണ്ടാക്കി. 27% റിസർവേഷൻ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് 1980 സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ 1980 ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ ഗവൺമെന്റിന് സാധിച്ചില്ല. പിന്നീട് 1990 അന്നത്തെ ജനതാ ഗവൺമെന്റ് ആണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ആദ്യമായിട്ട് നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിച്ചു. When the central government decided to implement the 10-year-old Mandal Commission report in 1990, the OBC issue became a major one in national politics. 10 വർഷങ്ങൾക്ക് ശേഷം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ അത് ദേശീയ തലത്തിൽ വലിയ ഇഷ്യൂസ് ആയിട്ടത് മാറി. കാരണം മുന്നോക്ക ജാതിക്കാരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമെന്നും 27% മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതിസന്ധികളെ കുറിച്ചൊക്കെ യുവ തലമുറയും അതുപോലെ തന്നെ രാഷ്ട്രീയ തലത്തിലൊക്കെ വലിയ ഇഷ്യൂ ആയിട്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരെ അത് വലിയൊരു ആയുധമായിട്ടത് മാറി. എന്നാൽ പിന്നീട് വന്ന നരസിംഹറാവു ഗവൺമെന്റ് വീണ്ടും 10% കൂടി റിസർവേഷൻ OBCക്ക് നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം എടുക്കുകയും എന്നാൽ സുപ്രീം കോടതിയിൽ വെച്ച് അത് തടയുകയുമാണ് ഉണ്ടായത്. ഇതാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള വളരെ ചെറിയ തോതിലുള്ള ഒരു വിവരം. ഇപ്പൊ 2 പിന്നോക്ക വർഗ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കാക്ക കലേൽക്കർ കമ്മീഷൻ ഇൻ 1953. സെക്കൻഡ് വൺ ഈസ് മണ്ഡൽ കമ്മീഷൻ ഇൻ 1978. Submitted report in 1980 and implemented the Mandal Commission recommendations only in 1990. The large disparities between the upper OBCs, who are largely landed caste and enjoy dominance in rural society in many regions of India, and the lower OBCs, who are very poor and disadvantaged and are often not very different from Dalits in socio-economic terms, make this a difficult political category to work with. ഇവിടെ നമുക്ക് ജാതി വ്യവസ്ഥ പോലെ തന്നെ മറ്റു പിന്നോക്ക വിഭാഗങ്ങളിലും വളരെ അപ്പറായിട്ടുള്ളതും ലോവർ ആയിട്ടുള്ള, അപ്പറായിട്ടെന്ന് പറഞ്ഞാൽ കൃഷിഭൂമിയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സാമ്പത്തിക സ്റ്റാറ്റസ് ഒക്കെ ഉള്ള വിഭാഗം ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ അതിൽ തന്നെ ദളിത്സിനെ പോലെ തന്നെ യാതൊരുവിധ സാമ്പത്തിക ഉന്നമനവും അതുപോലെ തന്നെ സാമൂഹിക പദവിയും ഇല്ലാത്ത ഏറ്റവും താഴ്ന്ന വിഭാഗം ഉണ്ടായിരുന്നു. ഇതൊക്കെ രാഷ്ട്രീയ തലത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ EWS ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ഉയർന്ന ജാതിയിൽപ്പെട്ട റിസർവേഷൻ ഇല്ലാത്ത ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് റിസർവേഷൻ നടത്തുമ്പോൾ ഉണ്ടായ പ്രശ്നമൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഇഷ്യൂസ് തന്നെയാണെന്നും ഉണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ദേശീയ തലത്തിൽ നിന്നും സംസ്ഥാന തലത്തിലേക്ക് അതർ ബാക്ക്വേർഡ് ക്ലാസസിന്റെ ഇഷ്യൂസ് നീങ്ങിയപ്പോൾ സംസ്ഥാനങ്ങൾ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും ഏത് മാനദണ്ഡമാണ് ഒരു സംസ്ഥാനവും തീരുമാനിക്കേണ്ടത് എന്നുള്ള ചർച്ചകളിലേക്ക് അത് പോവുകയും ചെയ്തു. Thus, the Kerala government appointed a backward class commission under the chairmanship of PD Nettur in 1970. അങ്ങനെയാണ് കേരളത്തിൽ നെട്ടൂർ കമ്മീഷൻ 1970 കേരള ഗവൺമെന്റ് മറ്റു പിന്നോക്ക വർഗ്ഗക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി നെട്ടൂർ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നെട്ടൂർ കമ്മീഷൻ 1970 കേരള സംസ്ഥാനത്ത് വന്നിട്ടുള്ള പിന്നോക്ക വർഗ്ഗ കമ്മീഷനാണെന്ന് ഓർത്തുവെക്കുക. അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു പിന്നോക്ക വിഭാഗങ്ങളിലെ ഉപരിവർഗത്തെ, അതായത് വെണ്ണപ്പാളി, ക്രീമി ലെയർ, അവരെ ഒഴിവാക്കി സംവരണം പോലെയുള്ള ആനുകൂല്യങ്ങൾ താഴേക്കിടയിലുള്ള വർഗ്ഗങ്ങൾക്ക് പ്രത്യേകിച്ച് പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പല മേഖലകളിലും അർഹമായ പ്രാതിനിധ്യം പിന്നോക്ക വർഗ്ഗക്കാർക്ക് ഇനിയും ലഭിച്ചിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ 2 ലെയർ പറഞ്ഞു അല്ലെ, അപ്പർ ലെയറാണ്, ലോവർ ലെയർ. അങ്ങനെ ഉയർന്ന ലെയറിനെ ഒഴിവാക്കി താഴ്ന്നവർക്ക് വേണ്ടി ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് സമഗ്രമായി എല്ലാ പിന്നോക്ക വർഗ്ഗങ്ങളിലേക്കും എത്തിയിട്ടില്ല എന്നുള്ള ഒരു വസ്തുത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കൂ, അപ്പർ OBC, ലോവർ OBC 2 ലെയറുകളായിട്ടാണ്. ക്രീമി ലെയർ എന്നൊക്കെ നിങ്ങൾ കേട്ടു അല്ലെ, ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, ഉയർന്ന വരുമാന പരിധിയിൽ വരാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ വീടുകളിലൊക്കെ നിങ്ങളുടെ വീട്ടിലാരെങ്കിലും പഠനവുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ക്രീമി ലെയർ വിഭാഗത്തിൽ വരുന്ന മുകളിൽ വരുന്നത് റിച്ച് ലാൻഡ് ഓണേഴ്സ്, ഗ്രേറ്റ് ഡോമിനൻസ് ഇൻ റൂറൽ ഏരിയാസ്, പ്രത്യേകിച്ച് ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ വലിയ പ്രാതിനിധ്യമുള്ള ആധിപത്യമുള്ള ധനാഢ്യരായിട്ടുള്ള ഭൂവുടമകൾ ഉള്ളതാണ് ക്രീമി ലെയറിൽ മുകളിൽ വരുന്നത്, അപ്പർ OBC എന്ന് പറയുന്നത്. എന്നാൽ ലോവർ OBCയിലോ സിമിലർ ടു ദളിറ്റ്സ്, നോ ലാൻഡ് ഓഫ് ദെയർ ഓൺ, മിസറബിൾ ഇൻ അർബൻ സെക്ടേഴ്സ്, എക്സ്ട്രീംലി പുവർ ആൻഡ് ലിറ്റിൽ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. ഏകദേശം ദളിത്സിനെ പോലെ തന്നെയാണ് അല്ലെ, യാതൊരുവിധ രാഷ്ട്രീയപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ യാതൊരുവിധ പവറും ശക്തിയുമില്ലാത്ത ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ലോ ലെവലില് വരുന്നത്, ലോവർ OBC എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. ഇതിന്റെ ഇടയിലൊരു രേഖയുണ്ട്. ആ രേഖ നമ്മൾ ഏകദേശം പോവർട്ടി ലൈനൊക്കെ പോലെ ഒരു രേഖയാണ്. ആ രേഖ മുകളിലുള്ളവരെ നമ്മൾ ക്രീമി ലെയർ എന്നും താഴെയുള്ളവരെ നമ്മൾ നോൺ ക്രീമി ലെയർ എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് OBCയെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് മറ്റു പിന്നോക്ക വിഭാഗങ്ങളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ആരാണ് മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ? സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ദേ ആർ കാൾഡ് അതർ ബാക്ക്വേർഡ് ക്ലാസസ്. ഗവൺമെന്റ് എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ, കാക്ക കലേർക്കർ കമ്മീഷൻ ഇൻ 1953. സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ, മണ്ഡൽ കമ്മീഷൻ ഇൻ 1978. കേരളത്തിൽ വെച്ച പിന്നോക്ക വർഗ കമ്മീഷനാണ് നെട്ടൂർ കമ്മീഷൻ ഇൻ 1970. ഇതൊക്കെയാണ് നിങ്ങൾ പൂർണ്ണമായിട്ട് ഇവിടെ ഓർത്തു വെക്കേണ്ടത്. Then we move to the second topic, ആദിവാസീസ്, ട്രൈബൽസ്, ആദിവാസി സ്ട്രഗിൾസ്, ഗോത്ര സമരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ, ഹു ഈസ് ആദിവാസീസ്? ഈ ആദിവാസികൾ എന്ന് പറഞ്ഞാലാണ് ആദിവാസൻ അല്ലെ, ആദിമ മനുഷ്യൻ എന്നുള്ളതാണ്. നോക്കാം. The term Adivasi literally meaning original inhabitants. The term was coined in the 1930s against the intrusion by the colonial government and outside settlers and moneylenders. The original inhabitants, യഥാർത്ഥ താമസക്കാർ എന്നുള്ളതാണ്, യഥാർത്ഥ അവകാശികൾ എന്നുള്ളതാണ് അല്ലെ. ആ ഒരു പ്രദേശത്തിന്റെ യഥാർത്ഥ അവകാശികളാണ് ആദിവാസികൾ. ഈ ഒരു ടേം ശരിക്കും കോയിൻ ചെയ്തത് 1930കളിലാണ്. ഔട്ട്സൈഡേഴ്സും അതുപോലെ കൊളോണിയൽ ഗവൺമെന്റും ഒക്കെ ഈ ട്രൈബൽസ് തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലേക്ക് അതിക്രമിച്ച് കയറിയപ്പോൾ ഉണ്ടായ സംഘർഷങ്ങൾക്ക് ഫലമായിട്ടാണ് അവരെ ആദിവാസികൾ, ഒറിജിനൽ ഇൻഹാബിറ്റൻസ്, ഓസ്ട്രേലിയയിലൊക്കെ അബോറിജിനൽസ് എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥ അവരുടെ വീട് കാടിന്റെ മക്കളാണ്, അവരുടെ വീട് അതാണ്. അപ്പൊ അവരേക്ക് പോയപ്പോൾ അവിടുത്തെ യഥാർത്ഥ അവകാശികൾ ആരാണ്? ആദിവാസികളാണെന്നുള്ള രീതിയിൽ ആ ടേം ഉപയോഗിച്ച 1930കളിലാണെന്ന് കൂടെ മനസ്സിലാവും. The Adivasis are marked by poverty, powerlessness and social stigma. The Jana tribe were actually people of the forest.
live in the hills and forest area. ദരിദ്രരും ദുർബലരും അവഹേളന അനുഭവിക്കുന്നവരുമായ ഒരു വിഭാഗം തന്നെയാണ് ആദിവാസികൾ. ഏറ്റവും റിമോട്ട് ഏരിയയിൽ അൺഅപ്രോച്ചബിൾ ആയിട്ടുള്ള നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഹില്ലി ഏരിയകളിലാണ്, ഡീപ്പ് ഫോറസ്റ്റിലാണ്, കേവുകളിലൊക്കെയാണ് അവർ താമസിക്കുന്നത്. ഓഫൺ കാൾഡ് ജന എന്നാണ് അവർ അറിയപ്പെടുന്നത്. കാടിന്റെ മക്കൾ എന്നുള്ള രീതിയിലാണ്, അല്ലെ, പീപ്പിൾ ഓഫ് ദി ഫോറസ്റ്റ് എന്നൊക്കെ രീതിയിലാണ് ആദിവാസികൾ സാധാരണയായിട്ട് അറിയപ്പെടുന്നത്. ഇൻ ഇന്ത്യ നോർത്ത് ഈസ്റ്റേൺ ഏരിയാസ് ആർ മോസ്റ്റ് ഓഫ് ട്രൈബൽ കോൺസെൻട്രേഷൻ. നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ആദിവാസികളുടെ നമ്മൾ റീജിയണൽ ആയിട്ട് ഡിഫറൻസ് അവർക്കുണ്ട്, അല്ലെ, നോർത്ത് ഈസ്റ്റ്, സെൻട്രൽ ഇന്ത്യ, സദേൺ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലാണ്, അല്ലെ. ആദിവാസികളാൽ ഉള്ള സംസ്ഥാനങ്ങൾ പോലുമുണ്ട്, വെറും ആദിവാസികളുടെ സംസ്ഥാനങ്ങൾ പോലും ഇന്ത്യയിലുണ്ട്. അപ്പൊ നോർത്ത് ഈസ്റ്റേണിലാണ് ആദിവാസി കോൺസെൻട്രേഷൻ മേഖല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇവിടെ നമ്മൾ ആദിവാസി സ്ട്രഗിളെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ആദിവാസി സ്ട്രഗിൾ ഭയങ്കരമായിട്ട് ഇന്റൻസിഫൈ ചെയ്തത്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇന്റൻസിഫൈങ് ദി ആദിവാസി ഇഷ്യൂസ് ഇൻ ഇന്ത്യ? എസ്പെഷ്യലി ദി മെയിൻ റീസൺ ഈസ് മൈഗ്രേഷനാണ്, പലായനമാണ്. എന്താണ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ? ആരാണ് പലായനം ചെയ്തത്? നോൺ ട്രൈബൽസ് ഹാവ് മൂവ്ഡ് ഇൻ ടു ദി ട്രൈബൽ ഡിസ്ട്രിക്ട്സ് ഓഫ് സെൻട്രൽ ഇന്ത്യ, while tribal people from the same district have migrated to plantation, mines, factories and other places of employment. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഏറ്റവും കൂടുതൽ ആദിവാസികൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സംസ്ഥാനങ്ങളിലേക്ക് നോൺ ട്രൈബൽസ് കുടിയേറുകയും അവരുടെ സമ്പത്തിലും അവരുടെ ഭൂമിയൊക്കെ അത് കാട് കയ്യേറുകയും ചെയ്തപ്പോൾ അവിടെ നിന്നുള്ള ആദിവാസികൾ ഖനികളിലേക്കും മറ്റു തൊഴിലുകളിലേക്കും മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു, അവിടെ നിന്നും കുടിയിറക്കപ്പെട്ടു. അപ്പൊ ആദിവാസികൾ അല്ലാത്തവർ കുടിയേറ്റം നടത്തിയപ്പോൾ അവരുടെ സ്വന്തം സ്ഥലത്തു നിന്നും ആദിവാസികൾ വിട്ടുപോകേണ്ടി വന്നു. ഇത് ആദിവാസി ഇഷ്യൂസ് വലിയ രീതിയിലുള്ള ശക്തിപ്പെടുന്നതിലേക്ക് കാരണമായി. Their economic and social conditions are usually much worse than those of non-tribal. സാധാരണ നമുക്കറിയാം, ആദിവാസികളുടെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻ, സാമൂഹിക സാമ്പത്തിക പൊസിഷൻ എന്ന് പറയുന്നത്, സാഹചര്യം എന്ന് പറയുന്നത് മച്ച് ബിഹൈൻഡ് ദി നോൺ ട്രൈബൽസ്. ആദിവാസികളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശമായിട്ടുള്ള സാമൂഹിക സ്റ്റാറ്റസ് ആണ് ഇന്ത്യയിലെ ആദിവാസികൾ എന്ത് ചെയ്യുന്നത്, അനുഭവിക്കുന്നത്. ഇന്നും പത്രങ്ങൾക്ക് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അല്ലെ, അട്ടപ്പാടിയിൽ പോലും കുട്ടികൾക്ക് പോഷകാഹാരക്കുറവ് കൊണ്ട് മരണപ്പെടുന്നു. അവർ ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ആദിവാസികളുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്റൻസിഫൈ ചെയ്യുന്നതിൽ കാരണമായ പ്രധാന കാരണങ്ങളാണ് നോക്കാം. നമുക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് വൺ ഈസ് കൊളോണിയലിസം ആൻഡ് ട്രൈബ്, എക്സ്പ്ലോയിറ്റേഷൻ, the government monopoly over the forest, liberalization, mining and building dams. ഇനി നമുക്ക് ഓരോ കാലഘട്ടത്തിലും ആദിവാസികളുടെ അവസ്ഥ എങ്ങനെയാണ് ഈ ഒരു പ്രസന്റ് കണ്ടീഷനിൽ എത്തിയത്. ഇൻ ദി കൊളോണിയൽ പീരിയഡ്, നമുക്ക് കോളനി കാലഘട്ടത്തിൽ എങ്ങനെയാണ് ആദിവാസികൾ ചൂഷണം ചെയ്യപ്പെട്ടത്, അതിലേക്ക് പോകാം. ദി കൊളോണിയൽ ഗവൺമെന്റ് റിസർവ്ഡ് മോസ്റ്റ് ഫോറസ്റ്റ് ട്രാക്ട്സ് ഫോർ ഇറ്റ്സ് ഓൺ യൂസ്, denied access to forest and land for cultivation. Adivasis were forced to either use the forest illegally. കൊളോണിയൽ ഗവൺമെന്റ് ചെയ്തത് വനങ്ങളെയൊക്കെ റിസർവ്ഡ് ഫോറസ്റ്റ് ആക്കിയിട്ട് മാറ്റി. അതാണ് ഗവൺമെന്റിന്റെ കൺട്രോളിൽ കൊണ്ടുവന്നു. അത് ഗവൺമെന്റിന് റിസർവ് ചെയ്യപ്പെട്ടു. മാത്രമല്ല അതിന്റെ ഫലമായിട്ട് ആദിവാസികൾക്കൊന്നും കാടുകളിലേക്ക് എത്തുക എന്നുള്ളത് അസാധ്യമായിട്ട് വന്നു. ഇനി അഥവാ അവരുടെ കയറിക്കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി കയറി അത് ഇല്ലീഗലായിട്ട് അവരെന്തായിട്ട് മാറി, കയ്യേറ്റക്കാരായിട്ട് മുദ്രകുത്തി ഗവൺമെന്റ് അവരെ ശിക്ഷിക്കുകയും കള്ളന്മാരെന്ന് മുദ്രകുത്തുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു കൊളോണിയൽ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും? ദി ഗവൺമെന്റ് റിസർവ്ഡ് മോസ്റ്റ് ഫോറസ്റ്റ് ഫോർ ഇറ്റ്സ് their own use, denied access to forest and land for cultivation, and Adivasis were forced to either use the forest illegally. നിയമം ലംഘിച്ച് കാടുകളിലേക്ക് പ്രവേശിച്ച ആദിവാസികളെ കൊളോണിയൽ ഗവൺമെന്റ് അതിക്രമിച്ച് കടന്നു വരുന്നവരും കള്ളന്മാരുമായി മുദ്രകുത്തി പീഡിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു. ഫോഴ്സ്ഡ് എൻക്രോച്ചേഴ്സ് എന്നാണ് അവർ പറയുന്നത്, അല്ലെ, കയ്യേറ്റക്കാരാണ്. എൻക്രോച്ച്മെന്റ് നടത്തിയ ആളുകൾ എന്ന രീതിയിൽ അവരെ മുദ്രകുത്തി, കള്ളന്മാരെന്ന് മുദ്രകുത്തി അവരെ അറസ്റ്റ് ചെയ്തു, പീഡിപ്പിച്ചു, ശിക്ഷിച്ചു. ദെൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആഫ്റ്റർ 1947, സ്വാതന്ത്ര്യാനന്തരം ആദിവാസികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്? എന്ത് മാറ്റമാണ് ഉണ്ടായത്? ദി ഗവൺമെന്റ് മൊണോപ്പൊളി ഓവർ ഫോറസ്റ്റ് കണ്ടിന്യൂഡ്, ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫോറസ്റ്റ് ആക്സലറേറ്റഡ്. എന്തായിരുന്നു? ഗവൺമെന്റിന്റെ കുത്തക തുടർന്നു. കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് കാടുകളെ കുത്തകയാക്കി മാറ്റിയിരുന്നത് ഇന്ത്യ ഗവൺമെന്റ് സ്വാതന്ത്ര്യാനന്തരം തുടർന്നു എന്നുള്ളതാണ്. അതിലൊരു മാറ്റമൊന്നും വരുത്തിയില്ല. വനങ്ങളെ കൂടുതൽ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് സ്വാതന്ത്ര്യാനന്തര ഗവൺമെന്റ് മാറുകയും ചെയ്തു. The policy of capital-intensive industrialization adopted by the Indian government required mineral resources and power generation capacities which were
concentrated in Adivasi areas. വൻ മുതൽ മുടക്കുള്ള വികസന പദ്ധതികൾക്കുള്ള വിഭവങ്ങളും ഊർജ സ്രോതസ്സുകളും ആവശ്യമായിരുന്നു. ആദിവാസി മേഖലയിലാണ് ഇവ കേന്ദ്രീകരിച്ചിരുന്നത്. ഇപ്പൊ സ്വാതന്ത്ര്യാനന്തര ഗവൺമെന്റ് വൻ മുതൽ മുടക്കുള്ള പദ്ധതികളാണ് നടപ്പിലാക്കിയത്. ഇതിലുള്ള വിഭവങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ വനത്തെ ധാതു വിഭവങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ കാടിനെ ആശ്രയിക്കണം. ഏറ്റവും കൂടുതൽ ആദിവാസികൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുത്താണ് ഈ ഗവൺമെന്റ് നോട്ടമിട്ടത്. ഇത് അവരുടെ ജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചു. And the government justified in the names of national development and economic growth. These policies were also a form of internal colonialism, subjugating Adivasis and alienating the resources upon which they depended. ഇങ്ങനെ വികസനത്തിന്റെ പേരിൽ, സാമ്പത്തിക വളർച്ചയുടെ പേരിൽ ന്യായീകരിച്ചുകൊണ്ട് ആദിവാസി മേഖലകളെ ചൂഷണം ചെയ്തിരുന്ന ഒരു സംവിധാനമാണ് സ്വാതന്ത്ര്യാനന്തര ഗവൺമെന്റും മുന്നോട്ട് വെച്ചത്. എന്ന് പറഞ്ഞാൽ കൊളോണിയലിസത്തിൽ നിന്നും ഒരു വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ദർ വാസ് എ ഇന്റേണൽ കൊളോണിയലിസം. അല്ലെ, നമ്മൾ പറയാം ഒരു ആഭ്യന്തര കൊളോണിയലിസമാണ് ഇവിടെ ഉണ്ടായത്. നേരത്തെ നമ്മുടെ എക്സ്റ്റേണൽ കൊളോണിയലിസം ആയിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് എങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ദാറ്റ് കണ്ടിന്യൂഡ് ആൻഡ് ഇന്റേണൽ കൊളോണിയലിസം. ആദിവാസികളോടുള്ള ഈ ക്രൂരത ദേശീയ വികസനത്തിന്റെയും സാമ്പത്തിക വളർച്ചയുടെയും പേരിൽ ന്യായീകരിക്കപ്പെട്ടു. ഈ നയങ്ങൾ യഥാർത്ഥത്തിൽ രാജ്യത്തിനകത്തുള്ള ഒരു കൊളോണിയലിസം തന്നെയായിരുന്നു. For example, the projects such as the Sardar Sarovar Dam on the river Narmada in western India and the Palavaram Dam on the river Godavari in Andhra Pradesh will displace hundreds of thousands of Adivasis, driving them to greater destitution. പടിഞ്ഞാറെ ഇന്ത്യയിലെ നർമ്മദ നദിയിലെ സർദാർ സരോവർ അണക്കെട്ട്, ആന്ധ്രാപ്രദേശിലെ ഗോദാവരി നദിയിലെ ജലം എന്നിവ ആയിരക്കണക്കിന് ആദിവാസികൾ അവരുടെ മണ്ണിൽ നിന്നും പുറന്തള്ളുകയും ദാരിദ്ര്യത്തിലേക്ക് തള്ളി വിടപ്പെടുകയും ചെയ്ത സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ആദിവാസി ലാൻഡ്സ് were rapidly required for new mining and dam projects. Millions of Adivasis were displaced without any appropriate compensation or rehabilitation. സ്വാതന്ത്ര്യാനന്തര ഗവൺമെന്റ് ആദിവാസികളുടെ ഭൂമി കൂടുതൽ പിടിച്ചെടുത്തു, മൈനിങ്ങിന്റെയും അതുപോലെ തന്നെ പുതിയ ഡാം പ്രോജക്റ്റുകളുടെയും പേരിൽ. അതുപോലെ ദശലക്ഷക്കണക്കിന് ആദിവാസികൾ യാതൊരുവിധ നഷ്ടപരിഹാരവും അതല്ലെങ്കിൽ അവരെ റീഹാബിലിറ്റേഷൻ പുനരധിവാസവും ഇല്ലാതെ കുടിയിറക്കപ്പെട്ടു. ഇതൊക്കെ സ്വാതന്ത്ര്യാനന്തരവും നമ്മുടെ ഗവൺമെന്റ് തുടർന്നു എന്നുള്ള സങ്കടകരമായ ഒരു വസ്തുത ട്രൈബൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. Then 1990s, when economic liberalization policies were officially adopted by the Indian government, it is now easier for corporate firms to acquire large areas of land by displacing Adivasis. Many tribal groups have been waging struggles against outsiders called DICOs and the state. എന്നാൽ 1990കളിൽ ലിബറലൈസേഷൻ പോളിസി നടപ്പിലാക്കിയപ്പോൾ, ഉദാരവൽക്കരണ നയം നടപ്പിലാക്കിയപ്പോൾ ഇത് ആദിവാസികളെ കൂടുതൽ ചൂഷണം ചെയ്യുന്നതിലേക്കുള്ള ഒരു വഴിയായി മാറുകയായിരുന്നു. ഉദാരവൽക്കരണത്തിന്റെ ഫലമായി നിയന്ത്രണമില്ലാതെ, ലൈസൻസ് ഇല്ലാതെ വിവിധ കമ്പനികൾക്കും അതുപോലെ നോൺ ട്രൈബൽസിനും യഥേഷ്ടം ട്രൈബൽ ഏരിയ കൈയടക്കാനും പദ്ധതികൾ നടപ്പിലാക്കാനുമുള്ള സ്വാതന്ത്ര്യം ഗവൺമെന്റ് നൽകി. നമുക്കറിയാം, ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം എടുത്തു കളയുക എന്നുള്ളതാണ്. ഇത് ആദിവാസികളുടെ കൂടുതൽ കഷ്ടത്തിലാക്കുകയും കൂടുതൽ ചൂഷണം ചെയ്യുന്നതിലേക്ക് ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലൊക്കെ ആദിവാസികൾക്ക് നോൺ ട്രൈബൽസ്, അല്ലെങ്കിൽ പുറത്തുള്ളവർ, ഡിക്കൂസ് എന്ന് പറയുന്നത്, ഡിക്കൂസ് എന്നാണ് പറയുന്നത്, ഡിക്കൂസ് പുറമേയുള്ള ആളുകളുമായി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ആൻഡ് അഗൈൻസ്റ്റ് ദി ഗവൺമെന്റിനെതിരെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. പുറമുള്ള ആളുകൾ ആദിവാസികളുടെ ഭൂമി കയ്യേറിയപ്പോൾ. ആൻഡ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ, എന്നാൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ ഈ ആദിവാസി സ്ട്രഗിൾ കൊണ്ട് വലിയ മെച്ചമുണ്ടാക്കിയിട്ടുണ്ട്. എന്തായിരുന്നു അത്? The most significant achievements of Adivasi movements include the attainment of statehood for Jharkhand and Chhattisgarh, which were originally part of Bihar and Madhya Pradesh respectively. പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ആദിവാസി സ്ട്രഗിളിന്റെ ഫലമായിട്ട് നമുക്കറിയാം ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിലേക്ക് വഴിവെച്ചു. ജാർഖണ്ഡും അതുപോലെ തന്നെ തുടർന്ന് ഛത്തീസ്ഗഡും ആദിവാസി സ്ട്രഗിളിന്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ആദിവാസി സ്ട്രഗിളിന്റെ അവരുടെ ഭയം കൊണ്ട് അവരുടെ സത്വവും സംസ്കാരവും നഷ്ടപ്പെടുമെന്നുള്ള അവരുടെ സമരത്തിന്റെ ഫലമായിട്ടാണ് നാഗാലാൻഡ്, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. In this respect, Adivasis and their struggle are different from the Dalit struggle. Unlike Dalits, Adivasis were concentrated in contiguous areas and could demand states of their own. ഇവിടെ നമ്മളൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്.
ദളിത് സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ആദിവാസി സമരം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അതിന്റെ ഒരു രീതിയിൽ വ്യത്യാസമുണ്ട്. ദളിത് സമരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൽ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അതിനെ ലീഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവരെ ഏറ്റവും എത്തിപ്പെടാൻ പറ്റാത്ത ഏരിയയിൽ നിന്നുകൊണ്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ആദിവാസികൾ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ സെപ്പറേറ്റ് സ്റ്റേറ്റ് പോലും ഡിമാൻഡ് ചെയ്തിരുന്നു. ദളിത്സിന് ആ ഒരു ഡിമാൻഡ് ഇല്ല. ആദിവാസി ഡിമാൻഡ് സെപ്പറേറ്റ് സ്റ്റേറ്റ് ഫോർ ദെയർ ഓൺ. സ്വന്തമായ ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം കൂടിയായിരുന്നു ആദിവാസി സ്ട്രഗിളുകൾ ഇന്ത്യയിൽ നടന്നത് മിക്കവാറും. അതിന് എക്സാമ്പിൾ പറഞ്ഞ നമ്മൾ നാഗ മൂവ്മെന്റ് അല്ലെ, മിസോ മൂവ്മെന്റ്, ഇപ്പൊ ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ആദിവാസി സമരങ്ങളുടെ ഫലമായിട്ട് സ്വന്തമായ സംസ്ഥാനങ്ങൾ വരെ നേടിയെടുക്കുന്നതിലേക്ക് അത് വഴിവെച്ചു. അപ്പൊ ആദിവാസികളുടെ സമരം ഒരു പരിധിവരെ അവരുടെ ലക്ഷ്യം കണ്ടു. എന്നാൽ ഈവൻ നൗ the issues related to Adivasis and tribal area is going on. ഗവൺമെന്റുകൾ മാറി വന്നാലും ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ വന്നാലും ആദിവാസികളുടെ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോഴും അറിയാം, ആദിവാസികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള സ്റ്റാറ്റസ് നോൺ ട്രൈബൽസിനെ അപേക്ഷിച്ച് വളരെ പുറകിൽ നിൽക്കുകയാണ്. ആദിവാസി സ്ട്രഗിളിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗവൺമെന്റുമായി 2003 ആദിവാസികൾക്ക് കേരളത്തിൽ പോലും ഏറ്റുമുട്ടേണ്ടി വന്നു. 2003 മുത്തങ്ങ സമരം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ആ സമരത്തിൽ ഒരു പോലീസുകാരനും ആദിവാസി യുവാവും വെടിവെപ്പിൽ മരണപ്പെടുകയും ചെയ്തു. ഇതുപോലെ ഒരുപാട് സമരങ്ങൾ, നിൽപ്പ് സമരങ്ങളൊക്കെ ആദിവാസികളുടെ നിലനിൽപ്പിന് വേണ്ടി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടെ നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.